ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മാത്ത് പ്രോഡിജി. അപ്പം നമ്മൾ DPP 6 ആയിട്ട് എത്തിയിരിക്കുകയാണ്, നമ്പർ തിയറി ആൻഡ് കോമ്പിനറ്റോറിക്സിൽ നിന്നുള്ള. അപ്പോൾ ഇത് കോമ്പിനറ്റോറിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രം RMO 2007. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി 6-digit numbers are there such that the digits of each number are all from the set 1, 2, 3, 4, 5. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണ്ട. B, any digit that appears in the number appears at least twice. അങ്ങനെ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക്, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര 6-digit നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഡിജിറ്റ്സ് എല്ലാം 1, 2, 3, 4, 5 ആ സെറ്റിൽ നിന്നായിരിക്കണം. പിന്നെ എല്ലാ ഡിജിറ്റും ഷുഡ് അപ്പിയർ ട്വൈസ്. എല്ലാ ഡിജിറ്റും ഷുഡ് അപ്പിയർ ട്വൈസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വാലിഡ് നമ്പർ ആണ്. വാലിഡ് നമ്പർ ആവാൻ കാരണം അതിലുള്ള ഡിജിറ്റ്സ് എല്ലാം 1, 2, 3, 4, 5 ആ സെറ്റിൽ നിന്ന് തന്നെയാണ്. 2ഉം 5ഉം മാത്രമേ ഉള്ളൂ. അതിൽ 3 2 ഉണ്ട്, 4 2 ഉണ്ട്, 2 5 ഉണ്ട്. അതായത് എനി ഡിജിറ്റ് അപ്പിയറിംഗ് ഇൻ ദ നമ്പർ അപ്പിയേഴ്സ് അറ്റ്ലീസ്റ്റ് ട്വൈസ്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഇത് സാറ്റിസ്ഫൈഡ് അല്ല. ആ നമ്പർ ഇതിൽ പെടുന്നില്ല. കാരണം എന്താ? അതിലൊരു 1 ഉണ്ട്. 1 എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുള്ളൂ? ഒരു പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുള്ളൂ. എനി നമ്പർ ഇൻ ദാറ്റ് നമ്പർ ഷുഡ് അപ്പിയർ അറ്റ്ലീസ്റ്റ് ട്വൈസ് എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പൊ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ്: എങ്ങനെയൊക്കെയുള്ള ടൈപ്പ് നമ്പേഴ്സ് ഉണ്ടാവാം, എന്തൊക്കെ ടൈപ്പുള്ള നമ്പേഴ്സ് ഉണ്ടാവാം. അതായത് numbers should belong to the set 1, 2, 3, 4, 5. Also each number appearing should appear at least twice. അപ്പോ ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സ് ഉണ്ടാവാം? അപ്പൊ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ കോമ്പിനറ്റോറിക്സിലെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ടൈപ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യണം. ആ ടൈപ്സിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം, അതിനെ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റണം. അപ്പൊ ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, ഒരു ടൈപ്പ് എല്ലാ ഡിജിറ്റ്സും ഐഡന്റിക്കൽ ആണെങ്കിലോ? 1 1 1 1 1 6 ones ഉള്ള നമ്പർ അത് ഇതിൽ പെടുന്ന നമ്പർ ആണോ? ആണ്. കാരണം ഡിജിറ്റ് 1 ആ സെറ്റിലുണ്ട്. പിന്നെ എവറി നമ്പർ അപ്പിയറിംഗ് ഷുഡ് അപ്പിയർ അറ്റ്ലീസ്റ്റ് ട്വൈസ്. എല്ലാം 6 times അപ്പിയർ ചെയ്യുന്നു. അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്പേഴ്സ് ഓഫ് ദ ടൈപ്പ് 6ഉം ഐഡന്റിക്കൽ ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് നമ്പർ അതിൽ ഉൾപ്പെടുന്ന നമ്പർ ആണ്. എല്ലാം ഐഡന്റിക്കൽ, ഓൾ ഐഡന്റിക്കൽ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ്. ഇനി നമ്മൾ ഒരു നമ്പറിനെ മാറ്റുന്നു. അങ്ങനെ ഒരു നമ്പറിനെ മാറ്റാൻ പറ്റൂല. കാരണം ഒരു നമ്പർ മാറ്റിയാൽ വേറൊരു നമ്പർ ഒറ്റ പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഷുഡ് അപ്പിയർ അറ്റ്ലീസ്റ്റ് ട്വൈസ്. സോ ദ നെക്സ്റ്റ് ടൈപ്പ് ഇസ് AAABB. അടുത്തത് ഈ ടൈപ്പ് ആണ്. രണ്ട് കൈൻഡ് ഓഫ് നമ്പേഴ്സ് ആണുള്ളത്. അതിൽ ഒന്ന് 4 times മറ്റത് 2 times. അടുത്തത് ഇനി ഒരു നമ്പർ കുറയ്ക്കാം. ഒരു നമ്പർ കുറച്ചാൽ കുഴപ്പമില്ല. അപ്പൊ 3 3 ആയി. 3 3 ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ AAABB എന്നുള്ളത് അടുത്ത കേസാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടി കുറക്കാം. പക്ഷെ ഒന്ന് കുറക്കുമ്പോൾ അപ്പൊ വേറൊന്ന് ഒറ്റ പ്രാവശ്യം വരുള്ളൂ. അത് അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും വരണം. സോ ദ നെക്സ്റ്റ് കൈൻഡ് ഇസ് AABBCC. AABBCC ആണ് നെക്സ്റ്റ് കൈൻഡ്. ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. 3 നമ്പേഴ്സ് ഉണ്ട്, എല്ലാം 2 പ്രാവശ്യം അപ്പിയർ ചെയ്യുന്നു. ഇനി വേറെ ഒരു കേസ് ഇല്ല. അതായത് യു കാണ്ട് ഹാവ് 4 kind of numbers. 4 kind of numbers വെക്കാൻ പറ്റില്ല. 4 kind of numbers വെച്ചാൽ ഇനി 2 ബാക്കിയുള്ളൂ. അപ്പോൾ 2 നമ്പേഴ്സ് എക്സ്ട്രാ വരും. 2 നമ്പേഴ്സിന് ഈ അറ്റ്ലീസ്റ്റ് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. 2 നമ്പേഴ്സ് ഒറ്റ പ്രാവശ്യം മാത്രമേ അപ്പിയർ ചെയ്യുള്ളൂ. സോ വി ഹാവ് ഓൺലി ദീസ് 4 cases. ഈ 4 കേസ് ആണുള്ളത്. ഈ 4 kind of numbers ആണുള്ളത്. ഇനി നമുക്ക് ഓരോന്നിലും എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. നമ്പർ ഓഫ് നമ്പേഴ്സ് നോക്കണം ഓരോ ടൈപ്പിലും. ടൈപ്പ് 1ൽ എത്ര നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ടാവും? അതായത് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ടൈപ്പ് 1 ആണെങ്കിൽ എല്ലാം ഐഡന്റിക്കൽ ആണ്. സോ 1 1 1 1 1 2 2 2 2 2 3 3 3 3 3 4 4 4 4 4 5 5 5 5 5 അങ്ങനെ 5 നമ്പേഴ്സ് ആണുള്ളത്. 5. ടൈപ്പ് 1ൽ 5 നമ്പേഴ്സ് ആണുള്ളത്. ടൈപ്പ് 2ലാണെങ്കിലോ? ടൈപ്പ് 2ൽ നമുക്ക് 2 നമ്പേഴ്സ് ആവശ്യമുണ്ട്. ഈ ഔട്ട് ഓഫ് 5 numbers we need 2 numbers. So that 2 numbers can be selected in 5C2 ways. Out of 5 numbers you select 2 numbers, 5C2 ways. ഇനി അത് കഴിഞ്ഞിട്ട് 2 നമ്പർ സെലക്ട് ചെയ്തു. നമ്മൾ എയും ബിയും സെലക്ട് ചെയ്തു.
അതിൽ എ 4 പ്രാവശ്യം വരണം, ബി 2 പ്രാവശ്യം വരണം. അപ്പൊ ഏതാണ് 4 പ്രാവശ്യം വരേണ്ടത്, ഏതാണ് 2 പ്രാവശ്യം വരേണ്ടത് എന്നുള്ളതിന് 2 ഓപ്ഷൻ ഉണ്ട്. സോ ഇൻറ്റു 2. അപ്പൊ നമുക്ക് സെലക്ഷൻ കഴിഞ്ഞു. ഏതൊക്കെ സെലക്ഷൻ കഴിഞ്ഞു, ഏത് 4 പ്രാവശ്യം വരണം, ഏത് 2 പ്രാവശ്യം വരണം എന്നുള്ള ആ ഡിസിഷൻ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഇനി ഇവരെ അറേഞ്ച് ചെയ്യണം. ഇവരെ അറേഞ്ച് ചെയ്യുമ്പോൾ വി ഹാവ് 6 items to arrange, 6 factorial. അതിൽ 4 identical of one kind, 2 identical of another kind. So 4 factorial divided by 2 factorial. 4 factorial divided by 2 factorial. So that number will be 10 into 2 into 6 factorial by 4 factorial is 5 into 6 divided by 2 factorial 2 is equal to 300. Type 2 will there will be 300 numbers. ഇനി ടൈപ്പ് 3 നോക്കാം. ടൈപ്പ് 3യിൽ നമുക്ക് ആകെ 2 നമ്പേഴ്സ് മതി, എയും ബിയും മാത്രം മതി. സോ ദാറ്റ് ക്യാൻ ബി സെലക്ടഡ് ഇൻ 5C2 ways. അത് കഴിഞ്ഞിട്ട് 2 3 പ്രാവശ്യമാണ്. അപ്പൊ ഏത് 3 ഏത് 4 ഏത് 2 എന്നുള്ള നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ഇവിടെ ഇല്ല. 2ഉം 3 ടൈംസ് ആണല്ലോ. സോ അതില്ല. അപ്പൊ നമുക്ക് സെലക്ഷൻ കഴിഞ്ഞു, എയും ബിയും 3 എണ്ണം വീതം. ഇനി നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യണം. There are 6 items to arrange, 6 factorial, 3 of one kind, 3 of another kind. So 3 factorial by 3 factorial, 5C2 is 10. This will be 4, 5, 6 divided by 3 factorial is 6, so 200. Type 3 നമുക്ക് we have 200 numbers. Now let's look for type 4. Type 4 AABBCC എന്നാണ് അവിടുത്തെ നമ്പർ. So we need 3 numbers A, B and C which can be selected in 5C3 ways. 5C3 വേസിൽ ആ 3 നമ്പർ സെലക്ട് ചെയ്തു. ഇനി എല്ലാം 2 പ്രാവശ്യമാണ് വരുന്നത്. അപ്പൊ ഏത് ഇത്ര പ്രാവശ്യം എന്നതിന് സെലക്ഷൻ ഇല്ല. സോ ജസ്റ്റ് 5C3. Now we are going to arrange those 6 numbers. 6 factorial, 2 factorial, 2 factorial, 2 factorial. 5C3 is 10. 6 factorial divided by 2 factorial, 2 factorial. 6 factorial is 720. This is 8. So 900. അത് 900 കിട്ടും ടൈപ്പ് 4. സോ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ടോട്ടൽ നമ്പേഴ്സ് is equal to 5 plus 300 plus 200 plus 900 is equal to 1405. 1405 ആണ് ഇതിന്റെ ആൻസർ.